ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. ചിത്രം 18-ാം ദിവസം കൂടിയായ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. വിപിൻദാസ് തിരക്കഥ സവിൻസ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയി, വിനായക്, ബിജിക്കുട്ടൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കേരളത്തിലായാലും ആഗോള ബോക്സ് ഓഫീസിലായാലും ചരിത്രപരമായ നേട്ടം കുറിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 17-ാം ദിവസമായ മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയായ ഇന്നലെ ഈ സിനിമ ലോകമെമ്പാടുമായി 200 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരുന്നു. തുടർച്ചയായി അതായത് 2024, 2025, 2026 എന്നിങ്ങനെ 3 വർഷത്തിനിടയിൽ ഒരു മലയാള സിനിമ നേടിയെടുക്കുന്ന 5ാമത്തെ സിനിമയാണ് വാഴ 2. 2024 മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ആദ്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടി ക്ലബ്ബിൽ എത്തിയ മലയാള സിനിമ. 2025 2 മലയാള സിനിമകളാണ് 200 കോടി മറികടന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ എമ്പുരാൻ എന്ന സിനിമയും മോഹൻലാൽ നായകനായി അഭിനയിച്ച തുടരും എന്ന സിനിമയായിരുന്നു 200 കോടിയിൽ എത്തപ്പെട്ട 2 സിനിമകൾ. അതേസമയം 2025 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടി മറികടന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 2026 ഇന്നലെ ഏപ്രിൽ 17-ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടി മറികടന്ന് വാഴ 2 ചരിത്ര നേട്ടം അങ്ങനെ കുറിച്ചിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 3,38,00,000 രൂപയായിരുന്നു. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 106,38,00,000 രൂപയുമാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമ 9-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,42,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് 10,38,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസത്തെ വേൾഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ 15,03,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15-ന് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഈ സിനിമ 4-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,31,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 7,36,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ 2ാമത്തെ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 24,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1,70,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 2,25,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയദർശൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ഹൊറർ കോമഡി ബോളിവുഡ് എന്റർടൈനർ സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, ടാബു, വാമിക ഗബി, രാജ്പാൽ യാദവ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 11,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 42,78,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $2.02 മില്യൺ, അതായത് $18,85,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമായി 2 ദിവസം കൊണ്ട് 61,63,00,000 രൂപയാണ് ഭൂത് ബംഗ്ല നേടിയെടുത്തിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 65 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി ഈ സിനിമയ്ക്ക് 30,16,00,000 ലഭിച്ചിട്ടുമുണ്ട്. ഏപ്രിൽ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ്. ആര്യ നായകനായി മനു ആനന്ദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഗൗതം റാ കാർത്തിക്, ശരത് കുമാർ, മഞ്ജു വാര്യർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 2 ദിവസത്തെ ഇന്ത്യൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് നൽകുന്ന ഡാറ്റ പ്രകാരം 1,36,00,000 രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1,56,00,000 രൂപയാണ്. 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 2 കോടി റേഞ്ചിൽ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.